ഈ ആന എഴുന്നള്ളിപ്പോയിട്ട് ഇതിൽ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ അത് കോടതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത്, അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അത് ഇതിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. എല്ലാ ഭക്തജനങ്ങൾക്കും എങ്കിലെൻ്റെ കൃഷ്ണയിലേക്ക് സ്വാഗതം. ഇങ്ങനൊരു അവതരണം നമ്മുടെ ചാനലിൽ ആദ്യമാണ്. കാരണം ഇത് നമ്മുടെ ആദ്യത്തെ നാലമ്പല ദർശനമാണ്. നമ്മുടെ ആദ്യത്തെ നാലമ്പല ദർശനം ഇവിടെ ആരംഭിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ്. നമ്മുടെ നാലമ്പല ദർശനത്തിലെ ആദ്യ യാത്രയായിട്ടുള്ള, അതായത് തൃപ്രയാറിലോട്ടുള്ള ആദ്യ യാത്ര നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത് മഞ്ജു ചേച്ചിയാണ്. മഞ്ജു ചേച്ചിയുടെ നാട് പാലക്കാടാണ്, പക്ഷേ ആളിപ്പോൾ താമസിക്കുന്നത് ദുബായിലാണ്. മഞ്ജുച്ചി ഈ യാത്ര സ്പോൺസർ ചെയ്യാനുള്ള കാരണം കുറച്ചുണ്ട്, നമുക്കത് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പോൾ ഭഗവാന്റെ നാമത്തിൽ നമ്മൾ എല്ലാ ഭക്തജനങ്ങളെയും നമ്മൾ ഈ യാത്രയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കണ്ടുവരാം. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാലമ്പല ദർശനത്തിൻ്റെ ആദ്യ ക്ഷേത്രമായിട്ടുള്ള തൃപ്രയാറാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ഐതിഹ്യങ്ങളും കാര്യങ്ങളും ചോദിച്ചറിയുന്നതിന് വേണ്ടിയുള്ള തൃപ്രയാർ ക്ഷേത്രത്തിൽ തന്നെ മാനേജറായിട്ടുള്ള മനോജ് കെ നായർ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലായിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തോട് നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിച്ച് അറിയാം. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രീരാമക്ഷേത്രമാണ്. തീർച്ചയായും ഈ രാമായണ തത്വത്തിൽ അധിഷ്ഠിതമായി കർക്കിടക മാസക്കാലത്ത് നാലമ്പല ദർശനം നടത്തുന്നത് ഏറെ പുണ്യകരമാണെന്ന് ഹൈന്ദവ സമൂഹം വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ആ നാലമ്പല ദർശനത്തിലെ ഒന്നാമത്തെ, അതല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയാവുന്നത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രമാണ്. അപ്പോൾ കർക്കിടക തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണനാൽ പൂജിക്കപ്പെട്ട ദാശരഥി വിഗ്രഹങ്ങൾ, അത് ദ്വാരക കടലെടുത്ത സമയം കടലിൽ ആണ്ടുപോവുകയും അത് കേരളത്തിൻ്റെ പടിഞ്ഞാറൻ തീരത്ത് അടിയുകയും ചെയ്തു എന്നൊരു ഐതിഹ്യമുണ്ട്. അപ്പോൾ അങ്ങനെ കേരളത്തിൻ്റെ ഈ തൃപ്രയാറിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ തീരത്ത് നിന്നും മുക്കുവർക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടിയ ഈ വിഗ്രഹങ്ങൾ തൃപ്രയാറിലെ പ്രധാനപ്പെട്ട, അന്നത്തെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കുടുംബത്തെ, അല്ലെങ്കിൽ നാട്ടിലെ പ്രധാനികളായിട്ടുള്ള വാക്കയിൽ കൈമൾ എന്ന് പറയുന്ന ഒരു ദേശപ്രമാണി എന്ന് പറയാം, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അവർ വരികയും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയും, അത് സ്വാഭാവികമായിട്ടും അത്തരം ഒരു വിഗ്രഹങ്ങൾ കിട്ടിയപ്പോൾ ദൈവജ്ഞന്മാർ അത് നോക്കി ഉചിതമായ സ്ഥലത്ത് പ്രതിഷ്ഠിക്കുക എന്നുള്ള ഒരു ദൈവ ദർശനം, അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് തൃപ്രയാറിലെ ശ്രീരാമസ്വാമിയുടെ വിഗ്രഹം എന്നുള്ളതാണ് ഐതിഹ്യം. മറ്റ് വിഗ്രഹങ്ങളും അതിൻ്റെ ഉചിതമായ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില കഥകളൊക്കെ ഉണ്ട്. അതായത് ഒരു പ്രാവിനെ പറത്തിവിട്ട് ആ പ്രാവ് പറന്നിരിക്കുന്ന സ്ഥലം ഈ ഇവിടുത്തെ തൃപ്രയാറിലെ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ഉചിതമായതാണെന്ന് ഉള്ള ഒരു ചരിത്രം. അപ്പോൾ അങ്ങനെ വന്നിട്ടാണ് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഭരത, ലക്ഷ്മണ, ശത്രുഘ്ന വിഗ്രഹങ്ങളും ഇതുപോലെ തന്നെയാണ്. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യത്തിലാണ്, കൂടൽമാണിക്യ ക്ഷേത്രം, അവിടെയാണ് ഭരതക്ഷേത്രം. അതുപോലെ തന്നെ തിരുമൂഴിക്കുളത്താണ് ലക്ഷ്മണ പെരുമാളുടെ ക്ഷേത്രം. അതുപോലെ പായമ്മലാണ് ശത്രുഘ്നസ്വാമി ക്ഷേത്രം. അപ്പോൾ ഈ കർക്കിടക മാസം പൊതുവേ ഈ ദക്ഷിണായന കാലത്തിൻ്റെ ആരംഭമാണ്. ദക്ഷിണായനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ദൈവ ചൈതന്യം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടം എന്നാണ്, അല്ലെങ്കിൽ ദേവന്മാരുടെ നിദ്രാ കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇനി അടുത്ത ഉത്തരായനത്തിലാണ് അവരുടെ ഉണർച്ച എന്ന് പറയാം. ഈ ദക്ഷിണായന കാലഘട്ടത്തിലുണ്ടാകുന്ന ദുരിതദോഷങ്ങളെ അകറ്റുന്നതിന് നാലമ്പല ദർശനവും അതുപോലെ ഈ രാമായണ പാരായണവും ഒക്കെ ഏറ്റവും ഉത്തമമായ കാര്യങ്ങളാണെന്നുള്ളത്. അപ്പം അത്തരത്തിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഈ നാലമ്പല ദർശനം ആരംഭിച്ചത് തന്നെ തൃപ്രയാറിനെ കേന്ദ്രീകരിച്ചിട്ടാണെന്ന് പറയാം. അതിനുശേഷമാണ് മറ്റു പല സ്ഥലത്തും ഇതുപോലെ അങ്ങനത്തെ കാര്യങ്ങളുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തെ ആദ്യം ദർശനം ചെയ്ത് പിന്നീട് അതിൻ്റെ ക്രമത്തിൽ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം, തിരുമൂഴിക്കുളത്ത്, അത് കഴിഞ്ഞ് പായമ്മൽ ശത്രുഘ്നസ്വാമി കണ്ടതിന് ശേഷം വീണ്ടും തൃപ്രയാർ വന്ന് അവസാനിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ കേട്ടിട്ടുള്ള ഒരു ചടങ്ങ് നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ട്.
സാർ ഇവിടെ എത്തിയതിന് ശേഷം നമ്മൾ എല്ലാ ഭക്തജനങ്ങളും ചെയ്യുന്നതാണ് മീനൂട്ട് വഴിപാടെന്ന് പറയുന്നത്. അപ്പോൾ ആ മീനൂട്ട് വഴിപാടിൻ്റെ പുറകിലുള്ളൊരു ഐതിഹ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുണ്യം എന്തായിരിക്കും എന്നുള്ളത് ജസ്റ്റ് പറയാൻ പറ്റുമോ? ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളാണ് ശ്രീരാമനും അല്ലെങ്കിൽ ശ്രീകൃഷ്ണനുമല്ല, അറിയാലോ. അപ്പോൾ അതിലാദ്യത്തെ അവതാരം മത്സ്യാവതാരമാണ്. അപ്പോൾ ആ മത്സ്യാവതാരത്തിൻ്റെ കേന്ദ്രീകരിച്ചാണ് ഈ തൃപ്രയാറിലെ മീനൂട്ട് വഴിപാട് നടക്കുന്നത്. അപ്പോൾ ആ മത്സ്യത്തെ ഊട്ടി ഭഗവത് ദർശനത്തിനായി പോകുന്നത് ഏറ്റവും ഉത്തമമാണെന്നാണ് വിശ്വാസം. ഇപ്പം നമ്മളെ ഇവിടെ എത്തുന്ന ഭക്തർ അതായത് നാലമ്പല ദർശനം മനസ്സിൽ കണ്ട് എത്തുന്ന എല്ലാ ഭക്തരും ഒരുപക്ഷെ എന്ന് വെച്ചാൽ ചെയ്യേണ്ടതായിട്ടോ അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ട് എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ കർമ്മങ്ങളോ ചെയ്യേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്രതങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ വഴിപാടുകളോ പൂജകളോ അങ്ങനെ ഇവിടെ എത്തിയതിന് ശേഷം ചെയ്യേണ്ട പൂജകളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറ്റും? നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക പൂജ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ളത് എന്നുള്ളതില്ല. ഇതുമായി ബന്ധപ്പെട്ട് വ്രതമെടുത്ത് വരുന്നവരുണ്ട്. ഇനി പ്രത്യേകിച്ച് വ്രതമെടുക്കാതെ അന്നത്തെ ഇതിൽ വരുന്നവരുണ്ട്. പൊതുവെ കർക്കിടക മാസമായാൽ കർക്കിടക മാസത്തിൽ പൊതുവെ ഹൈന്ദവ സമൂഹത്തിൽ ഒരു വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ആചരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് കാണുന്നത് ആളുകൾ കഴിക്കുന്ന വഴിപാടുകൾ വെടി വഴിപാട്, മീനൂട്ട് വഴിപാട്, അതുപോലെ അവിൽ നിവേദ്യം. അപ്പോൾ ഇവിടെ ആഞ്ജനേയൻ്റെ സാന്നിധ്യം ഭഗവാന്റെ മുഖമണ്ഡപത്തിലാണെന്ന് പറയുന്നത്. ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ മുൻപിൽ മുഖമണ്ഡപമുണ്ട്. ആ മുഖമണ്ഡപത്തിൽ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഹനുമാൻ സ്വാമിക്കുള്ള ഈ അവിൽ നിവേദ്യവും അതുപോലെ തന്നെ ഈ മീനൂട്ട് വഴിപാടും പിന്നെ വെടി വഴിപാടിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്തുകൊണ്ടാണ് വെച്ചാൽ സാധാരണ ഈ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ വെടി വഴിപാട് പൊതുവെ കണ്ടുവരില്ല. ദേവീ ക്ഷേത്രങ്ങളിലാണ് കൂടുതൽ കണ്ടുവരിക. ഇവിടുത്തെ വെടി വഴിപാടിൻ്റെ പിന്നിൽ എന്താ വെച്ചാൽ ഭഗവാൻ ഈ ആഞ്ജനേയ സ്വാമി സീതാദേവിയെ അന്വേഷിച്ച് പോകുന്നുണ്ട് ലങ്കയിലേക്ക്. അപ്പോൾ ലങ്കയിലേക്ക് പോയ ആഞ്ജനേയൻ സീതയെ കണ്ട് അതിൻ്റെ അത്യാഹ്ലാദത്തോടു കൂടി മടങ്ങി വന്ന് തൻ്റെ സ്വാമിയായിട്ടുള്ള ഭഗവാനോട് അത് പറയുന്നതിന് ഒരിതുണ്ട്. ഞാൻ കണ്ടേൻ സീതയെ എന്നുള്ളതാണ്. ആ കണ്ടേൻ സീതയെ എന്നുള്ള ആ ഒരു ആപ്തവാക്യവും ആഹ്ലാദവും പ്രകടിപ്പിക്കുന്നതിനാണ് ഇവിടുത്തെ വെടി വഴിപാട് എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ടതായിട്ട് വളരെ ഒരുപാട് പേര് കഴിച്ചു വരുന്ന ഒരു വഴിപാടാണ് വെടി വഴിപാട്. തൃപ്രയാർ തേവരെന്ന് പറയാം. തൃപ്രയാർ തേവർക്ക് കുറേ പ്രത്യേകതകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആറാട്ടുപുഴ പൂരത്തിനെ കുറിച്ച് അറിയാമല്ലോ അല്ലേ? ഈ ആറാട്ടുപുഴ പൂരം എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ദേവമേള എന്ന് പറയാം. ഒരുപാട് ദേവീ ദേവന്മാർ 24ഓളമാണ് ഇപ്പോൾ. ഈ ആറാട്ടുപുഴയിൽ നിന്ന് വരാൻ പറ്റാത്ത ചില ദേവീ ദേവന്മാർ ചേർന്നിട്ടാണ് ശക്തൻ തമ്പുരാൻ തൃശ്ശൂർ പൂരം ഉണ്ടാക്കിയെന്ന് വരെ ചരിത്രമുണ്ട്. അപ്പോൾ ഈ ആറാട്ടുപുഴ അത്രയും പ്രാധാന്യമുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം, അത് മലയാള മനോരമയുടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആറാട്ടുപുഴ പൂരമായിട്ട് ബന്ധപ്പെട്ട് 1443 ആറാട്ടുപുഴ പൂരമാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഈ ആറാട്ടുപുഴ പൂരത്തിൻ്റെ ദേവനായകൻ തൃപ്രയാർ തേവരാണെന്നുള്ളത് അറിയോ? അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പൂരം നടക്കുന്നത് ആറാട്ടുപുഴയിലാണെങ്കിലും ഈ പൂരത്തിൻ്റെ നായകൻ തൃപ്രയാർ തേവരാണ്. തൃപ്രയാർ തേവർ ചെന്ന് എന്താ പറയുക, ആ ആറാട്ടുപുഴ പാടത്ത് ആ പൂരനാളിൽ എല്ലാ ദേവീ ദേവന്മാരും നിൽക്കുമ്പോൾ അതിൻ്റെ നടുക്കിലേക്ക് തൃപ്രയാർ തേവർ ചെന്ന് നിൽക്കുമ്പോഴാണ് ആറാട്ടുപുഴ പൂരം പൂർണ്ണമാകുന്നത്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഒരു ചക്രവർത്തി ഭാവത്തിലാണ് ഇവിടെ ഉള്ളത് തൃപ്രയാറിൽ. അപ്പോൾ ഈവൻ എനിക്ക് തോന്നുന്നു പിന്നെ നമ്മുടെ മേൽശാന്തി പോലും നിന്നിട്ടാണ് പൂജകളൊക്കെ നിർവഹിക്കാറാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ചക്രവർത്തി ഭാവത്തിലുള്ള ഭഗവാനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭക്തജനങ്ങളുടെ വിഷമങ്ങൾ അത് ഭഗവാന്റെ അടുത്ത് പോയി പറയുമ്പോൾ ഭഗവാൻ അതിന് ഭയങ്കര ബലസിദ്ധി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഭാരതത്തിലെ തന്നെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വളരെയധികം പൗരാണികമായി പ്രാധാന്യമുള്ളതുമായ ഒരു ക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമക്ഷേത്രം. ശ്രീരാമസങ്കല്പത്തിലാണ് ആരാധിക്കുന്നതെങ്കിലും ശ്രീദേവി ഭൂദേവി സമേതനായിട്ടുള്ള ഭഗവാനാണ് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെടുന്നത്. അപ്പോൾ വളരെയധികം അനുഗ്രഹ കലയുള്ള, ഏറ്റവും കൂടുതൽ അനുഗ്രഹ ശേഷിയുള്ള ഒരു ദൈവ ചൈതന്യമായിട്ടാണ് ഞാൻ
തൃപ്രയാർ ദേവരെ കാണുന്നത്. അതുതന്നെയാണ് ഇവിടെ വരുന്ന ആയിരക്കണക്കിന് ആളുകളുടെ സാക്ഷ്യവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഭഗവാനെ സംബന്ധിച്ച് ഭഗവാനെ ഏറ്റവും നല്ല രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, ഭഗവാനെ തന്നെ സമർപ്പിച്ചുകൊണ്ട് തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് വരണമെന്നും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട മര്യാദകൾ, വസ്ത്രധാരണ രീതികൾ, ക്ഷേത്രത്തിനുള്ളിൽ അനുവർത്തിക്കേണ്ട ശീലങ്ങൾ, അതൊക്കെ പാലിച്ചുകൊണ്ട് ഭഗവാനെ അല്ലെങ്കിൽ ഭഗവാന്റെ സമക്ഷം നമ്മുടെ പരാതികൾ പറയാൻ വേണ്ടി മാത്രമല്ലല്ലോ ഭഗവാന്റെ അടുത്തേക്ക് വരിക. ഭഗവാനെ കാണുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും എന്താ പറയുക, നമ്മളെ നല്ലതിനു വേണ്ടിയും ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ആ ഒരു രീതിയിൽ വരണമെന്ന് എല്ലാ ഭക്തജനങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഞങ്ങളാൽ സാധിക്കുന്ന രീതിയിൽ തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ വിവരങ്ങളും അനുഷ്ഠാനങ്ങളും മറ്റു ആചാരങ്ങളും നമ്മുടെ ഭക്തജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ അടുത്തത് ഞങ്ങൾ ചെല്ലാൻ പോകുന്നത് കൂടൽമാണിക്യം പാർവതസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ അവിടുത്തെ മറ്റു വിവരങ്ങളും ഇതുപോലുള്ള അനുഭവങ്ങളും കാര്യങ്ങളായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാ ഭക്തജനങ്ങൾക്കും വിടാം.